ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ശരണി, ആദ്യം ഈ അരി ഉലുവയും കൂടി കഴുകി പാത്രത്തിലാക്കുക, ചെമ്പിലേക്കിടാം. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഈ അരിയിലേക്ക് ഇടാം. പിന്നെ നാളികേരം ചെറുകിയത്, ഈ അരി നമ്മൾ കഴുകിയതിന് ശേഷം ഈ ചെമ്പിലേക്ക് കഴുകി ചെമ്പിലേക്ക് ഇടാം. പിന്നെ അതിന് ശേഷം ഈ നാളികേരവും ഇതിൽ ചേർക്കുക, ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യും. കാരണം ഇതൊന്നും ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും അറിയാത്തൊരു സംഭവമാണ്. ഇത് പഴയ കാലത്തൊക്കെ ആളുകൾ വിരുന്ന് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുക ഇതാണ്. വീട്ടിലൊക്കെ വിരുന്നുകാർ വരില്ലേ, അപ്പം ഉണ്ടാക്കുക നമ്മളിതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി. ചില ആളുകൾ മഞ്ഞൾപ്പൊടി ഇടില്ല, ചില ആളുകൾ വെളുത്ത കളറായിട്ട്. അപ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാവുന്നുണ്ട് തേങ്ങാച്ചോറ് പറയുമ്പോൾ. അതിന് ലേശം മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൈ കൊണ്ട് നല്ലോണം ഈ നാളികേരും അരിയും ഉലുവയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ അരിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കുഴച്ചില്ലേ, അതിന് ശേഷം ഉപ്പ് ചേർക്കണം. ആദ്യം വെള്ളം ചേർക്കാം, അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ ഇത്ര ഇതാണ് അരിയുടെ വേവിൻ്റെ പാകം. ചില അരിക്ക് ഇപ്പോഴത്തെ അരിയൊക്കെ കുറച്ച് വേവ് കൂടുതലാകുമ്പോൾ അതിലേറെ ലേശം കൂടി മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ അത് വെള്ളം കണക്കായില്ല, കുറച്ച് വയ്ക്കണം. ഇപ്പോൾ വെള്ളം പാകം കേട്ടോ. ഈ പാകത്തിൽ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിൽ ഉപ്പിടണം. ഇത് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇത് ചെറു തീയിൽ ആദ്യം നല്ലോണം തിളയ്ക്കുക, അതിന് ശേഷം ചെറു തീയിൽ ഇങ്ങനെ വേവിക്കുക. ഗ്യാസ് കത്തിച്ച് ചോറ് വെച്ചു. ഇനി നമ്മളിത് നല്ല തിളയ്ക്കുന്നവരത്തേക്ക് വെച്ചു. ഇനി നല്ല തിളയ്ക്കുന്നവരെ നന്നായിട്ട് കത്തിക്കുക. അതായത് ഫുൾ ഫ്ലെയിമിൽ കത്തിക്കുക, പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കത്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അടുപ്പിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം തിളയ്ക്കുന്നവരെ നല്ല തീയിൽ കത്തിക്കുക. പിന്നെ അതിന് ശേഷം ചെറിയ തീയൊന്ന് പിരിച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. എന്നിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ തേങ്ങാച്ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഇത് സിമ്മിലിട്ട് വയ്ക്കാം. നമ്മൾ തേങ്ങാച്ചോറിലേക്കുള്ള ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലി മുളകും വറുക്കുകയാണ്. ഇത് പൊടിച്ചിട്ടാണ് നമ്മളിതിൽ ചേർക്കുക. അപ്പോൾ ഇതിൽ മല്ലി നന്നായിട്ട് കഴുകി എടുത്ത മല്ലിയാണ്. അത് നന്നായി വറുത്തതിന് ശേഷം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിനി റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ മട്ടന് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി, കിഴങ്ങ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രം. വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെന്താ ഉരുളക്കിഴങ്ങ്. ഇതിലേക്ക് മല്ലി വറുത്തരച്ച കറി കേട്ടോ. അത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ മല്ലി വറുത്തരക്കില്ല, കാരണം ഇതിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ മല്ലി വറുത്തരക്കില്ല. ഇത് ഞാൻ വറുത്തരച്ചിട്ട് പഴയ കാലത്തെ വെപ്പാണേ. ഇപ്പം മല്ലിപ്പൊടി റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും.
അല്ല അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ അമ്മയുടെ സ്പെഷ്യൽ മട്ടൺ വരട്ടിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത്. പിന്നെ ആടിന് എപ്പോഴും ആടിൻ്റേതായ ഒരു സ്മെല്ല് ചെറുതായിട്ട് വരും. നമ്മൾ എത്ര കറി ഉണ്ടാക്കിയാലൊക്കെ വരും. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് പറയാം, ഈ മസാല കൂട്ടി വെക്കുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂട്ടി വെക്കുക. അപ്പോൾ നമുക്ക് ആ ആടിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല. അത് കുറച്ച് നേരം ഇങ്ങനെ വെളിച്ചെണ്ണ കൂട്ടി വെക്കണം. ഇനി ഒരു 5-10 മിനിറ്റ് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇതിൽ നമ്മൾ നേരത്തെ ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അത് വേവാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കോമ്പിനേഷനാണ് നമ്മുടെ പരിപ്പ് കറി. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റേറിയൻസിന് ഇത് നമുക്കൊരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ആദ്യം കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വെന്തതിന് ശേഷം ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പിട്ട് വേവിച്ചു. അതിലേക്ക് നാളികേരം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നാളികേരം കൂടെ അരച്ച് ചേർത്തതാണിത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി വറുത്തത് ചേർക്കാം. ചെറിയ ഉള്ളി, കറിവേപ്പില വറുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറും മട്ടൻ കറിയും പരിപ്പ് കറിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നല്ല പരിപ്പ് കറിയൊക്കെ കൂട്ടി നല്ല മട്ടനൊക്കെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാച്ചോറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി കഴിക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളൊരു വിനാഗിരിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുള്ളൊരു സാലഡും കൂടെ അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Okay, bye.